മാനാട്ടുപറമ്പ് റെസിഡൻഷ്യൽ അസോസിയേഷൻ വെസ്റ്റിന്റെ വാർഷിക സമ്മേളനം കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എന്തായാലും മാനാട്ടുപറമ്പ് റെസിഡൻസ് അസോസിയേഷന്റെ റിപ്പോർട്ട് കേൾക്കാനും കൂടി എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. നല്ല ഒരു റിപ്പോർട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചില അവസരങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും പൊതുവെ ഒരു അസോസിയേഷൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് 113ഓളം വീട്ടുകാരെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ വളരെ സക്രിയമായി പ്രവർത്തിക്കുന്നൊരു അസോസിയേഷനായിട്ടാണ് ആ റിപ്പോർട്ടിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടത്. ഈ അസോസിയേഷന് കൂട്ടായി നേതൃത്വം നൽകുന്ന അതിൻ്റെ കമ്മിറ്റിയെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വൈപ്പിൻകരയിൽ ഇതുപോലെ ധാരാളം റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഫ്രാഗ് എന്ന നാമധേയത്തിലുള്ള അതിൻ്റെ അപ്പെക്സ് കമ്മിറ്റിയും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുന്ന അസോസിയേഷനുകളല്ല. കാരണം നമുക്ക് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു മിനിയേച്ചറാണല്ലോ, ഒരു ചെറിയ രൂപമാണ് നമ്മുടെ അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഒരു പുതിയ കൂട്ടായ്മയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അത് വലിയ ഗുണമാണ് നൽകുന്നത്, ദോഷങ്ങൾ ഇല്ല തന്നെ. ഒന്ന്, നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാനും വർഷത്തിലൊരിക്കൽ മാത്രമല്ല പല ആഘോഷങ്ങൾക്കിടയിലും നാട്ടിലെന്തെങ്കിലും പൊതുവായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടാനും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരു ഗ്രാമസഭയ്ക്ക് തുല്യമായ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് ഒത്തുചേരാനുള്ള ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് ആളുകളെല്ലാം ഇന്ന് തിരക്കേറിയ ജീവിതമാണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ പരസ്പരം നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അസോസിയേഷൻ പ്രസിഡന്റ് പി.കെ. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദും 80 വയസ്സു കഴിഞ്ഞവരെ ആദരിക്കൽ നായരമ്പലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ.ബി. ജോഷിയും നിർവഹിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിജി പ്രസാദ്, സെക്രട്ടറി പ്രിയ ടോജോ, ട്രഷറർ കെ.ഡി. ഉണ്ണി, രക്ഷാധികാരി ജൂഡി ടോമി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.